മക്തി തങ്ങൾ. PSC അടുത്തായി ചോദിച്ചു കാണുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് മക്തി തങ്ങൾ. അദ്ദേഹം ജനിച്ചത് 1847 മലപ്പുറം ജില്ലയിൽ വെളിയംകോട്. അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിൽ വെളിയംകോട്. അപ്പോൾ 1847 മലപ്പുറം ജില്ലയിലെ വെളിയംകോടാണ് മക്തി തങ്ങൾ ജനിച്ചത്. മുസ്ലിം സ്ത്രീജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് മക്തി തങ്ങൾ. മുസ്ലിം സ്ത്രീജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് മക്തി തങ്ങൾ. അദ്ദേഹത്തിന്റെ 1884 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് കഠോര കൂടാരം. കഠോര കൂടാരം 1884 പ്രസിദ്ധീകരിച്ച മക്തി തങ്ങളുടെ ആദ്യ കൃതിയാണ് കഠോര കൂടാരം. 1885 പ്രസിദ്ധീകരിച്ച മറ്റൊരു കൃതി ഓർത്തിരിക്കുക, പരോപകാരം. ഓർത്തിരിക്കുക, പരോപകാരം. സാമൂഹിക നവീകരണത്തിന് വളരെ ഫലപ്രദമായ ഒരു അദ്ദേഹത്തിന്റെ ഒരു കൃതിയായിരുന്നു 1885 പ്രസിദ്ധീകരിച്ച പരോപകാരം എന്ന കൃതി. അപ്പോൾ അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രത്തിന്റെ പേര് ഓർത്തിരിക്കുക, തുർക്കി സമാചാരം. തുർക്കി സമാചാരം. 1909 അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രമായ തുർക്കി സമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഓർത്തിരിക്കുക, 1884 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം കഠോര കൂടാരം, 1885 പരോപകാരം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രം 1909 പ്രസിദ്ധീകരണം ആരംഭിച്ച തുർക്കി സമാചാരമാണ്. അപ്പോൾ 1899 മക്തി തങ്ങൾ ആരംഭിച്ച സംഘടനയാണ് മുഹമ്മദീയ സഭ. മുഹമ്മദീയ സഭ. പോയിന്റ് ശ്രദ്ധിക്കുക, PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1899 മക്തി തങ്ങൾ ആരംഭിച്ച സംഘടനയുടെ പേര് മുഹമ്മദീയ സഭ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കഠോര കൂടാരം എഴുതിയത് മക്തി തങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രത്തിന്റെ പേര് ഓർത്തിരിക്കുക, തുർക്കി സമാചാരം. അതുപോലെ തന്നെ അദ്ദേഹം 1899 സ്ഥാപിച്ച സംഘടന മുഹമ്മദീയ സഭ. ഹർമൻ ഗുണ്ടർട്ടിന്റെ ഓർത്തിരിക്കുക, ഹർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് മക്തി തങ്ങൾ എഴുതിയ കൃതിയാണ് നബി നാണയം. അപ്പോൾ എന്താണ്? ഹർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് മക്തി തങ്ങൾ എഴുതിയ കൃതിയാണ് നബി നാണയം. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റുകൾ? വെളിയംകോട് മലപ്പുറത്താണ് അദ്ദേഹം ജനിച്ചത്. 1884 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ് കഠോര കൂടാരം. 1885 പരോപകാരം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രം 1909 പ്രസിദ്ധീകരണം ആരംഭിച്ച തുർക്കി സമാചാരം. 1899 അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് ഓർത്തിരിക്കുക, മുഹമ്മദീയ സഭ. ഹർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് നബി നാണയം. മക്തി തങ്ങളുടെ യാത്രാവിവരണ ഗ്രന്ഥമാണ് നമ്മുടെ സഞ്ചാരം. ഓർത്തിരിക്കുക, നമ്മുടെ സഞ്ചാരം. മക്തി തങ്ങളുടെ യാത്രാവിവരണ ഗ്രന്ഥമാണ് നമ്മുടെ സഞ്ചാരം. അദ്ദേഹത്തിന്റെ മാസികകൾ കൂടി ഓർത്തിരിക്കുക, മാസികകൾ പരോപകാരി, സത്യപ്രകാശം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മാസികകൾ. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയാണ് കാൽവാത്തി ജുമാ മസ്ജിദ് കൊച്ചി. അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാവിവരണ ഗ്രന്ഥം നമ്മുടെ സഞ്ചാരം, അദ്ദേഹത്തിന്റെ മാസികകൾ പരോപകാരി, സത്യപ്രകാശം, അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളി കാൽവാത്തി ജുമാ മസ്ജിദ് കൊച്ചി. കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് C. കൃഷ്ണൻ. 1867 തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ് അദ്ദേഹം ജനിച്ചത്. 1867 തൃശൂർ ജില്ലയിലെ ചാവക്കാട് ആണ് C. കൃഷ്ണൻ ജനിച്ചത്. ഓർത്തിരിക്കുക, കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ്. 1867 അദ്ദേഹം ജനിച്ചത്. ചാവക്കാട്, തൃശൂർ. അദ്ദേഹം ജനിച്ചത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ആണ്. അപ്പോൾ മിതവാദി C. കൃഷ്ണൻ എന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടത്? 1913 മിതവാദി പത്രത്തിന്റെ ഉടമസ്ഥാവകാശം C. കൃഷ്ണൻ സ്വന്തമാക്കി. അങ്ങനെ കോഴിക്കോട് നിന്നും മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു. അങ്ങനെ മിതവാദിയുടെ ഉടമസ്ഥാവകാശം C. കൃഷ്ണൻ സ്വന്തമാക്കിയതിൽ പിന്നെയാണ് അദ്ദേഹം മിതവാദി C. കൃഷ്ണൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. 1913 മിതവാദിയുടെ ഉടമസ്ഥാവകാശം C. കൃഷ്ണൻ സ്വന്തമാക്കിയത്. പിന്നീട് കോഴിക്കോട് നിന്നും മാസികയായി
മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു. കോഴിക്കോട് നിന്ന് മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു. അങ്ങനെ അതിൽ പിന്നെ അദ്ദേഹം മിതവാദി സി കൃഷ്ണൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു സി കൃഷ്ണൻ. തളി ക്ഷേത്ര സമരം അല്ലെങ്കിൽ തളി റോഡ് സമരം, തളി ക്ഷേത്ര സമരം അല്ലെങ്കിൽ തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു സി കൃഷ്ണൻ. തളി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള വഴികളിൽ അവർണർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ച് നടന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സി കൃഷ്ണൻ. PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. തളി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡുകളിൽ അവർണർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ചു നടന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, അത് സി കൃഷ്ണനാണ്. അപ്പോൾ തളി ക്ഷേത്ര സമരത്തിൽ പങ്കെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സി കൃഷ്ണൻ. മിതവാദി എന്ന് അറിയപ്പെടുന്നത് സി കൃഷ്ണനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. മിതവാദി എന്ന് അറിയപ്പെട്ടിരുന്നത് സി കൃഷ്ണനാണ്. ഓർത്തിരിക്കുക, കാലിക്കറ്റ് ബാങ്ക് SNDP ക്ലബ് ഇൻ കാലിക്കറ്റ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നിവ സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. ഓർത്തിരിക്കുക, കാലിക്കറ്റ് ബാങ്ക്, SNDP ക്ലബ് ഇൻ കാലിക്കറ്റ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നിവ സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. അതുപോലെ ഓർത്തിരിക്കുക, ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണനാണ്. എന്നാൽ തത്വപ്രകാശിക സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. ഓർത്തിരിക്കുക, തത്വപ്രകാശിക സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. എന്നാൽ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണൻ. അപ്പോൾ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. 1867 ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ 1913 മിതവാദിയുടെ ഉടമസ്ഥാവകാശം അദ്ദേഹം സ്വന്തമാക്കി കോഴിക്കോട് നിന്നും മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം മിതവാദി എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ മിതവാദി എന്ന് അറിയപ്പെട്ടത് സി കൃഷ്ണനാണ്. തളി ക്ഷേത്ര സമരത്തിന് അദ്ദേഹം മുൻകൈയെടുത്തു, അല്ലെങ്കിൽ തളി റോഡ് സമരത്തിന് അദ്ദേഹം മുൻകൈയെടുത്തു. തളി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡുകളിൽ അവർണർക്കുണ്ടായിരുന്ന വിലക്ക് ലംഘിച്ച് നടന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സി കൃഷ്ണൻ. കാലിക്കറ്റ് ബാങ്ക്, SNDP ക്ലബ് ഇൻ കാലിക്കറ്റ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നിവ സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചതും സി കൃഷ്ണനാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് സി കൃഷ്ണനാണ്. ഓർത്തിരിക്കുക, മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് സി കൃഷ്ണനാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് സി കൃഷ്ണനാണ്. 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് സി കൃഷ്ണൻ. 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് സി കൃഷ്ണൻ. അദ്ദേഹം 1938 മരിച്ചത്. ഓർത്തിരിക്കുക, അദ്ദേഹം മരിച്ചത് 1938. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനങ്ങൾ എഴുതിയത് മിതവാദി സി കൃഷ്ണനാണ്. 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് സി കൃഷ്ണൻ. 1938 അദ്ദേഹം മരിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അദ്ദേഹം 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ജനിച്ചത്. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരി ആലപ്പുഴ അദ്ദേഹം ജനിച്ചത്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത്. ദൈവദാസൻ എന്ന് അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓർത്തിരിക്കുക, ദൈവദാസൻ എന്ന് അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം ദ ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള എന്ന് അറിയപ്പെടുന്നു. കേരള സാക്ഷരതയുടെ പിതാവ്, ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള അഥവാ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിച്ചത്. കൈനകരി ആലപ്പുഴ അദ്ദേഹം ജനിച്ച സ്ഥലം. ദൈവദാസൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്, അതുപോലെ തന്നെ ദ ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്.
എ സ്കൂൾ എലോങ് വിത്ത് എവരി ചർച്ച്, അതായത് പള്ളിയോടൊപ്പം പള്ളിയോടൊപ്പം പള്ളിക്കൂടം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം അല്ലെങ്കിൽ എ സ്കൂൾ എലോങ് വിത്ത് എവരി ചർച്ച്. എന്നാൽ പള്ളിക്കൂടം, അതായത് പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം മുന്നോട്ട് വച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം അഥവാ എ സ്കൂൾ എലോങ് വിത്ത് എവരി ചർച്ച് എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പോൾ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഓർത്തിരിക്കുക. അദ്ദേഹം ജനിച്ച സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈനകരി, ആലപ്പുഴ. ദൈവദാസൻ എന്നറിയപ്പെട്ടിരുന്നു. ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള സാക്ഷരതയുടെ പിതാവ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം മുന്നോട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കൂടി ഓർത്തിരിക്കുക. ഐക്കോ കുര്യാക്കോസ് മറിയം തോപ്പിൽ. അദ്ദേഹത്തിന്റെ പാരന്റ്സ് ആണ് ഐക്കോ കുര്യാക്കോസ്, മറിയം തോപ്പിൽ എന്നിവർ. ഓർത്തിരിക്കുക, ഐക്കോ കുര്യാക്കോസും മറിയം തോപ്പിലുമാണ് അദ്ദേഹത്തിന്റെ പാരന്റ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ CMI. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ CMI അഥവാ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ CMI അഥവാ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അത് കോട്ടയം ജില്ലയിലെ മാനാനത്താണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠമായ CMC അഥവാ Congregation of the Mothers of Carmel. അപ്പോൾ PSC ഇങ്ങനെ ചോദിച്ചാലും എഴുതണം. കോൺഗ്രഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ എഴുതണം ചാവറയച്ചനാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠമായ CMC അഥവാ കോൺഗ്രഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ സ്ഥാപിച്ചതും ചാവറയച്ചനാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ സ്ഥാപിച്ച ആദ്യത്തെ അച്ചടിശാല. ഓർത്തിരിക്കുക, കേരളത്തിൽ വിദേശീയരുടെ സഹായം ഇല്ലാതെ സ്ഥാപിച്ച ആദ്യത്തെ അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ്. അത് സ്ഥാപിച്ചത് മാനാനത്താണ്. സ്ഥാപിച്ച വ്യക്തി ചാവറയച്ചനാണ്. ഓർത്തിരിക്കുക, വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അഥവാ ചാവറയച്ചനാണ്. അത് സെന്റ് ജോസഫ് പ്രസ് ആണ്. സ്ഥലം ഓർത്തിരിക്കുക, കോട്ടയം ജില്ലയിലെ മാനാനത്ത്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഓർത്തിരിക്കുക, ജ്ഞാനപീയൂഷം. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത് സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ്. 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത് സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ്. അപ്പോൾ സെന്റ് ജോസഫ് പ്രസ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓർത്തിരിക്കുക. വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അത് സെന്റ് ജോസഫ് പ്രസ് ആണ്, മാനാനത്ത്. സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ഓർത്തിരിക്കുക, ജ്ഞാനപീയൂഷം. 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത് സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ്. അപ്പോൾ മറ്റു രണ്ട് പോയിന്റുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ CMI അഥവാ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോട്ടയം ജില്ലയിലെ മാനാനത്ത് സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അതുപോലെ കന്യാസ്ത്രീ മഠമായ CMC അഥവാ കോൺഗ്രഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ സ്ഥാപിച്ചതും ചാവറയച്ചനാണ്. അപ്പോൾ വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അത് സെന്റ് ജോസഫ് പ്രസ് ആണ്, മാനാനത്ത്. സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത് സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ്.
ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടനയാണ് അമലോത്ഭവദാസ സംഘം. ഓർത്തിരിക്കുക, അമലോത്ഭവദാസ സംഘം, അമലോത്ഭവദാസ സംഘം. ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടനയാണ്, ഓർത്തിരിക്കുക, അമലോത്ഭവദാസ സംഘം. അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിലാണ് കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ച സ്ഥലങ്ങൾ ഓർത്തിരിക്കുക, ഒന്ന് മാന്നാനം കോട്ടയം, അടുത്തത് ഓർത്തിരിക്കുക കൂനമ്മാവ് എറണാകുളം. അപ്പോൾ ചാവറയച്ചന്റെ നേതൃത്വത്തിലാണ് കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത്. ആ സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ഓർത്തിരിക്കുക, മാന്നാനം കോട്ടയം, അതുപോലെ കൂനന്മാവ് എറണാകുളം. ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടനയാണ് അമലോത്ഭവ ദാസ സംഘം. അതുപോലെ അദ്ദേഹം മരിച്ചത് ഓർത്തിരിക്കുക 1871 ജനുവരി 3-ന് കൂനമ്മാവ് എറണാകുളത്താണ് അദ്ദേഹം മരിച്ചത്. ഓർത്തിരിക്കുക, അദ്ദേഹം മരിച്ച സ്ഥലം ഓർത്തിരിക്കുക, കൂനമ്മാവ് എറണാകുളം. 1871 ജനുവരി 3-നാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ആദ്യ സെമിനാരി, ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെമിനാരി സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അതും കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് ആദ്യ സെമിനാരി സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലം ഓർത്തിരിക്കുക, അത് കൈനകരി ആലപ്പുഴയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാന്നാനമാണ് പറഞ്ഞത്, അപ്പോൾ മാറിപ്പോവരുത്. അദ്ദേഹം ജനിച്ച സ്ഥലം കൈനകരി ആലപ്പുഴ. അദ്ദേഹം ജനിച്ച സ്ഥലം ഓർത്തിരിക്കുക, കൈനകരി ആലപ്പുഴ. എന്നാൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ മാന്നാനം കോട്ടയം, അതുപോലെ കൂനന്മാവ് എറണാകുളം. അതുപോലെ തന്നെ സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് മാന്നാനത്ത്, അതുപോലെ തന്നെ ഫസ്റ്റ് സെമിനാരി സ്ഥാപിച്ചത് മാന്നാനത്ത്, അതുപോലെ തന്നെ CMI സ്ഥാപിച്ചതും മാന്നാനത്ത്. അപ്പോൾ അദ്ദേഹം മരിച്ച സ്ഥലവും ഓർത്തിരിക്കുക, അത് കൂനമ്മാവ് എറണാകുളമാണ്. ജനിച്ച സ്ഥലം വ്യത്യസ്തമാണ്, ഓർത്തിരിക്കുക, ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ചത് ഓർത്തിരിക്കുക 1871 ജനുവരി 3-ന് കൂനമ്മാവ് എറണാകുളം. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് പള്ളി, അതും മാന്നാനത്താണ്. സെന്റ് ജോസഫ് പള്ളി മാന്നാനം. അപ്പോൾ എല്ലാം മാന്നാനം പഠിച്ച് നമ്മൾ ജനിച്ച സ്ഥലം മാന്നാനം ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക, ജനിച്ച സ്ഥലം മാന്നാനമല്ല, ജനിച്ച സ്ഥലം കൈനകരി ആലപ്പുഴ. അപ്പോൾ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത്, കോട്ടയം ജില്ലയിലെ മാന്നാനത്തും കൂനമ്മാവ് എറണാകുളം. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചത് 1871 ജനുവരി 3-ന് കൂനമ്മാവ് എറണാകുളം. അദ്ദേഹത്തിന് ആദ്യ സെമിനാരി മാന്നാനത്ത് സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് പള്ളി മാന്നാനം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്, ഓർത്തിരിക്കുക, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8-നാണ്. 1986 ഫെബ്രുവരി 8-നാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. എലോങ് വിത്ത് അൽഫോൺസാമ ബൈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8-ന് എലോങ് വിത്ത് അൽഫോൺസാമ ബൈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ 2014 നവംബർ 23-നാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. 2014 നവംബർ 23-ന് എലോങ് വിത്ത് എവുപ്രാസിയാമ. ഓർത്തിരിക്കുക, 2014 നവംബർ 23-നാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. എലോങ് വിത്ത് എവുപ്രാസിയാമ ബൈ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ പോയിന്റുകൾ ശ്രദ്ധിച്ചിരിക്കുക. അദ്ദേഹത്തെ കൺഫ്യൂഷൻ ഉണ്ടാവും, ഓർത്തിരിക്കുക, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതും വിശുദ്ധനായി പ്രഖ്യാപിച്ചതും ഡേറ്റുകൾ ഓർത്തിരിക്കുക. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8-ന്, 1986 ഫെബ്രുവരി 8-ന്. എലോങ് വിത്ത് അൽഫോൺസാമ ബൈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. എന്നാൽ 2014 നവംബർ 23-നാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. എലോങ് വിത്ത് എവുപ്രാസിയാമ ബൈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി
വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഓർത്തിരിക്കാൻ വർഷങ്ങൾ 86, 2014 ഓർത്തിരിക്കുക. 2000-ൽ നിന്നും 14 കുറച്ചാൽ 1986, 2000-ൽ നിന്നും 14 കൂട്ടിയാൽ 2014. അങ്ങനെ വർഷങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് 1986, മറ്റേത് 2014. അപ്പോൾ 2000 ഒരു ബേസ് ആയിട്ട് നോക്കുക. 2000-ൽ നിന്ന് 14 കുറച്ചാൽ 86, അതുപോലെ 2000-ൽ നിന്ന് 14 കൂട്ടിയാൽ 2014. അപ്പോൾ 86-ലാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. 2014-ലാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1987-ലാണ്. ഓർക്കുക, അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1987-ലാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്തിരിക്കുക. ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ഒരു നല്ല അപ്പന്റെ ചാവരുൾ, ധ്യാന സല്ലാപങ്ങൾ, മരണവീട്ടിൽ പാടുവാനുള്ള പാന, നളാഗമങ്ങൾ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരിക്കൽ കൂടി പറയാം. ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ധ്യാന സല്ലാപങ്ങൾ, ഒരു നല്ല അപ്പന്റെ ചാവരുൾ, മരണവീട്ടിൽ പാടുവാനുള്ള പാന, നളാഗമങ്ങൾ. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട 2 ഞാൻ എഴുതാം. ഒന്ന് ആത്മാനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാനുതാപം. അതുപോലെ തന്നെ അനസ്താസ്യയുടെ രക്തസാക്ഷ്യം. ഈ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിരിക്കുക. ആത്മാനുതാപം, അതുപോലെ അനസ്താസ്യയുടെ രക്തസാക്ഷ്യം. അപ്പോൾ ധ്യാന സല്ലാപങ്ങൾ, അടുത്തത് ധ്യാന സല്ലാപങ്ങൾ, ഒരു നല്ല അപ്പന്റെ ചാവരുൾ, മരണവീട്ടിൽ പാടുവാനുള്ള പാന, നളാഗമങ്ങൾ. ഇവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന ജീവചരിത്രം എഴുതിയത് MK സാനു. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം, ചാവറയച്ചനെ കുറിച്ചുള്ള ജീവചരിത്രം എഴുതിയത് MK സാനു. എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന പുസ്തകം എഴുതിയത് ഫാദർ തോമസ് പന്തപ്ലാക്കൽ. എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന പുസ്തകം എഴുതിയത് ഫാദർ തോമസ് പന്തപ്ലാക്കൽ. അതുപോലെ തന്നെ ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയത് KC ചാക്കോ. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയത് KC ചാക്കോ. എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന പുസ്തകം എഴുതിയത് ഫാദർ തോമസ് പന്തപ്ലാക്കൽ.